വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ. ഈശോ തൻ്റെ തീരുമാനങ്ങളിലും ചെയ്തികളിലും നയിക്കപ്പെട്ടിരുന്നത് വെറും മാനുഷിക സ്നേഹത്താലല്ല, ദൈവിക സ്നേഹത്താലാണെന്ന് സൂചിപ്പിക്കുക. ഉടനെ ഓടിയെത്തുവാൻ തൻ്റെ മാനുഷിക സ്നേഹം ഈശോയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവണം ലാസർ മരിച്ചെന്ന് കേട്ടപ്പോൾ. എങ്കിലും ലാസറിനെ മരിക്കാൻ അനുവദിക്കുകയും മരിച്ചവരിൽ നിന്ന് ലാസറിനെ ഉയർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ലാസറിൻ്റെ കുടുംബവും ശിഷ്യന്മാരും മറ്റനേകം പേരും ദൈവമഹത്വം ദർശിച്ച് തന്നിൽ വിശ്വസിക്കാൻ ഇടയാകുമെന്ന് ഈശോ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ മാനുഷികമായ ആഗ്രഹത്തെ ദൈവഹിതത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ട് ദൈവസ്നേഹത്താൽ മാത്രം പ്രേരിതരായി പ്രവർത്തിക്കുവാൻ ഈശോ തയ്യാറായത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണിത്. ദൈവം അവൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കുകയും കാതോർക്കുകയും ചെയ്യുന്നവരായിട്ട് നമുക്ക് മാറാം. നമ്മെ ജീവന്റെ അർത്ഥാവായുസും ശുദ്ധിക്കുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും.